ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ കസിൻ അനിയത്തിയാണുള്ളത് കൂടെ. ഞാൻ ഇന്ന് അവളുടെ കൂടെയാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അവളുടെ ബർത്ത്ഡേ ആണിന്ന്, അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ എന്തോന്നുണ്ടെന്ന് ഒരു ഡ്രോയിങ് ചലഞ്ചാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. തീം സൺസെറ്റ്. അപ്പം നമുക്ക് വരച്ചു തുടങ്ങാം. ഞങ്ങൾ 10 മിനിറ്റാണ് ടൈമറുള്ളത്. ഓക്കെ, കണ്ട ടൈമർ. ഓക്കെ, അപ്പോൾ റെഡി സ്റ്റഡി ഗോ. ഓക്കെ, ഞങ്ങൾ ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. റെഡി സ്റ്റഡി ഗോ. ഓക്കെ, വരയ്ക്കാം. അവൾ എന്നെ നോക്കിയാണ് വരയ്ക്കണത്, അതിനെ ശ്രദ്ധിക്കേണ്ട. ഞങ്ങളിത് കുറച്ച് പേരെടുത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഈ വരച്ചു എനിക്ക് ഹൗസ് വരയ്ക്കാം, അല്ലെങ്കിൽ സൺസെറ്റ് വരയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീം തന്നെ സെലക്ട് ചെയ്തത്. ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതെൻ്റെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണത് തന്നെ. ഞാൻ കുറച്ചേ വരയ്ക്കുകയുള്ളൂ, ബാക്കി കളർ അടിക്കുകയാണ് ചെയ്യണത്. സൺസെറ്റാണ്. ഞാൻ എൻ്റെ കളറൊക്കെ ഒന്ന് എടുക്കട്ടെ. നീ ഹൗസ് വരയ്ക്കണോ? എനിക്കാണെങ്കിൽ വലിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. കളേഴ്സാണ് ഫുള്ളിൻ്റെ അകത്തുള്ളത്. കാണുമ്പോൾ എന്തോ വേസ്റ്റ് കൂമ്പാരം കിടക്കണ പോലെ തോന്നുള്ളൂ എന്ന് മാത്രം. പക്ഷെ ഒരു മുട്ടായും കൂടി ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്തുള്ള പനിയൊന്നും കിട്ടില്ലോ. ഇപ്പം നോക്കണ്ട, ഇത് ഷാർപ്പനറാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കുറേ സ്റ്റേഷനറീസ് ഉണ്ട്. കളർ വെട്ടാം നമുക്ക്. അവളുടെ കളറായതുകൊണ്ട് ഇച്ചിരി പാടാണ് വെട്ടാൻ. ഇതാണ് കൊച്ചു കുട്ടികളുടെ കളറുടെ അവസ്ഥ. ഞാൻ അവളുടെ വീട്ടിലായതുകൊണ്ട് എൻ്റെ കളർ എടുത്തതും ഇല്ല. ഞാൻ മറന്നു വെച്ചു. ഇതെന്തോന്ന്? സോറി. നീ എന്തേടി എൻ്റെ അടുത്ത് സോറി പറയണ? അതിനെ പറ്റി എടുക്കാൻ പറ്റൂ? ഗൈസ്, കുടുങ്ങിപ്പോയി ഗൈസ്. കണ്ട് എന്തോന്ന് ചെയ്യണമെന്ന് എനിക്കിനി അറിഞ്ഞൂടെ. ഞാൻ ബാക്കി വരയ്ക്കാൻ തുടങ്ങിയാണ്. നമ്മളിത് ശരിക്കും പറഞ്ഞ ഒരു സൺസെറ്റാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വരച്ചിതൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് വരയ്ക്കണേ. സത്യത്തിൽ തന്നെ. ഞങ്ങൾ ആരാണ് നന്നായിട്ട് വരയ്ക്കണേന്നൊക്കെ നോക്കും. വെറുതെ കറുക്ക് കുറുക്ക് ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി. ശരിക്കും കണ്ടോ? ഇനി ബാക്കിയുള്ള കളേഴ്സൊക്കെ എടുക്കട്ടെ. ഞാൻ റെഡ് തന്നെ വീണ്ടും എടുത്ത്. അവൾ പോയിട്ടുണ്ട്. പാടി ഇവിടെ തന്നെ ഉണ്ട്. കണ്ട് അവൾക്ക് അവിടെ ഇരുന്ന് വരയ്ക്കാണ്. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. സൺസെറ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പം ബ്ലഡ് സെറ്റിംഗ് ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് ശരിക്കും ഒരു ഡൗട്ട്. കണ്ട ഗൈസിൻ്റെ അവസ്ഥ. കൊച്ചു കുട്ടികൾ ആയിപ്പോയി. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കുണ്ടായിരുന്നു കുറേ കളേഴ്സ്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് കസിൻസും കൂടി ഇവിടെ വരണുണ്ട്. കോഴിക്കോടായിരുന്നു. അപ്പോൾ അവർ വരുമ്പം ഞാൻ അവരുടെ കൂടെയുള്ള വീഡിയോസ് ചിലപ്പം ഇടും. അറിയത്തില്ല, ടൈം കിട്ടുകയാണെങ്കിൽ ഇടും. അപ്പോഴെവളൊന്നും കാണില്ല. അപ്പോൾ ആര് വീട്ടിൽ വരണമല്ല, ഞാൻ അവിടെ പോണത്. ദൈവമേ, ഫോണിൽ
മിണ്ടൂലെന്ന്. പാവം കൊച്ചു മിണ്ടൂല. പിന്നെ അത് നീ ഇരുന്ന് വരയ്ക്ക്. മഞ്ഞ മഞ്ഞയാണ് അടുത്ത് എടുത്തിട്ടുള്ള കൈസ്. ഇത് മഞ്ഞയാണോ കുഞ്ഞയാണോ എന്നൊന്നും അറിഞ്ഞൂല. ആ ശരി, 4 മിനിറ്റ് ആയിട്ടുള്ളൂ. വെറും 4 മിനിറ്റേ ആയിട്ടുള്ളൂ. അതിനുകൊണ്ട് വരച്ച് തീരുമെന്ന് തോന്നുന്നു. അതിനു മുമ്പേ വരച്ച് തീരും. പിന്നെ കുറച്ചൊക്കെ കണ്ടോ ഗൈസ്, ഞാൻ എന്താ കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും. ഞങ്ങൾ ഡ്രോയിങ്ങിലൊന്നും വലിയ ബെസ്റ്റ് ഒന്നും അല്ല, അതുകൊണ്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യണ്ട. ശരിക്കും ആ, ശരിയാണ്, ഞാൻ അങ്ങനെയാണ്. അയ്യോ, എന്ത് നന്നായിട്ട് വരക്കണ കൊച്ചെന്നറിയാമോ ഇവിടെ ഇരിക്കണത്. ഞാൻ കുറേ ചിത്രങ്ങൾ ശരി ശരി. ഇട്. നമുക്കൊരു കളർ കൊടുക്കണം. ഏത്? പച്ച, നീല, പച്ച. ഞാൻ ബ്ലാക്ക് കളർ എടുക്കാൻ പോകാൻ. ബ്ലാക്ക് കിട്ടി. ഈ ഒരു കളറെങ്കിലും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ബ്ലാക്ക് കളറാണ്. എനിക്ക് ഒടിച്ചു അത്. ആ ശരി, ഒടിക്കാമോ? അങ്ങനെ വെറുതെ അല്ല എല്ലാം ഒടിഞ്ഞൊടിഞ്ഞിരിക്കണതാ. ഞാൻ വിചാരിക്കണ ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സൺസെറ്റ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് കൂട്ടിയിരിക്കണത്. സാർ എന്താവുമെന്ന് എനിക്ക് പോലും ശരിക്കും പറഞ്ഞ ഒരു പിടിയില്ല. അത് തന്നെ. ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യം ഇട്ടത് എൻ്റെ വീഡിയോ അല്ല. എൻ്റെ വീഡിയോ തന്നെ, അത് പണ്ടത്തെ വീഡിയോ ആണ്. ഞാൻ അപ്പോഴും തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളു. അതുകൊണ്ടാണേ. ഇപ്പോഴും ഇതെന്തോന്ന് കോലമെന്ന് എനിക്ക് പോലും മനസ്സിലാവുള്ള. കണ്ടതുണ്ടോ? ഞാനും ചേച്ചിയെപ്പോലെ അടിച്ചു വയ്ക്കുകയാണ് കണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. ശരിയല്ല, നമ്മുടെ കണ്ട് നമുക്ക് തന്നെ അടിപൊളിയാണെന്ന് നമുക്ക് തന്നെ. അപ്പോഴേ ഇനി ഞാൻ അടുത്ത് മലയ്ക്ക് എന്തോന്ന് കളർ കൊടുക്കും? മലയ്ക്ക് പച്ച. സോറി, പച്ച കൊടുക്കണോ ഗ്രേ കൊടുക്കണോ? ചേച്ചിക്ക് ഏത് ഇഷ്ടം? പച്ച കൊടുക്കാം അല്ലേ? മതി, പച്ച എടുത്താരാ. വേണ്ട, നീ പച്ച അടിച്ചോ. ചേച്ചി ഏത്? ഞാൻ ബ്ലാക്ക് തന്നെ അടിക്കാൻ പോണം. മലയ്ക്ക് ആരെങ്കിലും ഇതടിക്കോ? പച്ച, ബ്ലാക്ക്. ഓ ശരി, അടിച്ചെന്ന് പറഞ്ഞൊന്നും പറ്റാൻ പോകണില്ല. മല ഒന്നും ഇടിഞ്ഞ് വീഴില്ലല്ലോ. ശരി, മല ഇടിഞ്ഞ് വീഴൂല, പക്ഷെ മല വന്ന് വീണാൽ എന്ത് വീഴും? ചേച്ചി വല്ലതും ചെയ്യും അല്ലേ? അപ്പോഴ് ഗായ്സ്, ഞങ്ങളാണെങ്കിൽ ഇപ്പം എന്തായാലും വരച്ച് തീരാറായി. 7 മിനിറ്റായി. വേഗം വരയ്ക്കാം. ഇവിടെ ഇപ്പം എല്ലാവരും വന്ന് നിപ്പുണ്ട്. നിങ്ങൾ വേഗം അടിച്ച് തീർക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചേച്ചി നേരെ അടിക്കാനും പറ്റുള്ള എന്തോ നെയ്യാന്. ചേച്ചി എന്തൊക്കെ നോക്ക്. ഓ, അടിച്ചാ പോലെ നോക്കച്ചേ. ചേച്ചി എന്താന്ന് രണ്ടടാ. ചേച്ചി മല പോലെ എന്ത് നോക്ക്. ഒരു ഭൂതം പോലെ. ഇത് കല്ല്. എന്റേതാണ് ഭൂതത്തിന്റെ മല. ഓർമ്മിച്ചോ? ഇത് നല്ല മല, ഗ്രാമത്തിന്റെ. അയ്യോ, ചേച്ചി ചേച്ചി ഇതെന്തോന്ന്? കല്ലേ? സൂര്യന് പകരം കല്ലിനെ വരച്ച് വെച്ചിരിക്കുന്ന ഒരാള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കല്ലല്ല, സോറി. ഓക്കെ, അപ്പൊ എന്റേത് തീർന്നു. ഇനി ഒരു കാക്കയും കൂടെ, നമ്മുടെ ക്ലാസിക്കൽ കാക്കയും കൂടെ വരയ്ക്കുകയാണെങ്കിൽ തീരും. ഇല്ലേ, എവിടെ വരയ്ക്കണ?
ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഡ്രോയിങ് ഇതാണ് ഞങ്ങളുടെ ഡ്രോയിങ്. അയ്യോ നമുക്ക് ടീച്ചറാണ് ഇപ്പൊ ചേച്ചി. അയ്യോ, ഞാൻ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഡ്രോയിങ്. നമുക്ക് എല്ലായിടത്തും കൊണ്ട് ചോദിക്കാം. പിടിച്ചോ, ഞാൻ എല്ലായിടത്തും കൊണ്ട് ചോദിക്കാം. ഈ റിസൾട്ട്സ് ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബൈ ബൈ.